മനസ്സിൽ സന്തോഷം നിറഞ്ഞാൽ പാട്ടൊക്കെ തനിയെ വരും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങൾ. മറിയത്തിൻ്റെ സ്തോത്രഗീതം. എന്തുകൊണ്ടാണ് പരിശുദ്ധ മറിയം ഈ സ്തോത്രഗീതം ആലപിക്കുവാനുള്ള കാരണം? എലിസബത്ത് മറിയത്തെ കണ്ടപ്പോൾ പറയുന്നുണ്ട്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എവിടെ നിന്ന്? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന്. ഈ 3 കാര്യങ്ങൾ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം മറിയത്തിൻ്റെ ജീവിതത്തിലും ഹൃദയത്തിലും നിറഞ്ഞു. അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സന്തോഷത്തോടെ മറിയം ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുകയാണ്. ആദ്യത്തെ വാചകം തന്നെ ഇങ്ങനെയാണ്. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന്. മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ സ്തുതിക്കുക, ആരാധിക്കുക എന്നാണ് അർത്ഥം. ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മളും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് തയ്യാറായിട്ടുണ്ടോ എന്ന് ചിന്തിക്കാം. ഇവിടെ പരിശുദ്ധ അമ്മ പറഞ്ഞു വയ്ക്കുന്നുണ്ട് 50-ാമത്തെ തിരുവചനത്തിലെ, അവിടുന്ന് ശക്തനാണ്, പരിശുദ്ധനാണ്, കാരുണ്യം ഉള്ളവനാണെന്ന്. 3 വിശേഷണങ്ങളാണ് പരിശുദ്ധ അമ്മ ദൈവത്തിന് കൊടുക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് മഹത്വപ്പെടുത്താം, ആരാധിക്കാം, നന്ദി പറയാം. ഈശോയുടെ തിരുപ്പിറവിക്ക് വേണ്ടി നമ്മൾ മുന്നോട്ട് നടന്നു നീങ്ങുമ്പോൾ തീർച്ചയായിട്ടും ശക്തനായ, പരിശുദ്ധനായ, കാരുണ്യമുള്ള ആ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായിട്ട് നമുക്കും ഒരുങ്ങാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.